നിങ്ങൾ പത്രം വായിച്ചിട്ടൊക്കെ എത്ര നാളായിട്ടുണ്ടാവും? പത്രം വായിച്ചിട്ട്, പത്രം വരുത്തുകയോ പത്രം വായിക്കുകയോ ചെയ്തിട്ട് എത്ര നാളായിട്ടുണ്ടാവും? എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ശരാശരി ആൾക്കാരും പത്രമൊന്നും വായിക്കാറില്ല. എന്തെങ്കിലും പ്രത്യേക, ഇപ്പോൾ സ്പോർട്സ് ഇഷ്ടമാണെങ്കിൽ സ്പോർട്സ് വായിക്കും എന്നല്ലാതെ, പ്രത്യേക മേഖലയിലുള്ള വാർത്തകൾ അറിയും എന്നല്ലാതെ പൊതുവേ പത്രം വായിക്കുന്ന ഒരു ശീലമൊക്കെ കുറവാണ്. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് ഈ നടക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തകൾ മാത്രമല്ല, അപ്പുറത്ത് മുക്കിൽ നടന്ന വാർത്തകളെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എങ്ങനെ അറിയാമെന്ന് നമ്മൾ, പത്രമില്ലെങ്കിൽ നമ്മളിതൊക്കെ എങ്ങനെ അറിയുന്നത്? ഫോണുള്ളതുകൊണ്ട് അറിയാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും തമ്മിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ തത്സമയ ദൃശ്യം എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഒരു പൊതുവായ ലൈവ്, അത് നമ്മൾ വെറുതെ കണ്ടാൽ മാത്രം പോരെ, ലൈവും കൂടി കാണണം, എന്നാലേ നമുക്ക് ആ ഒരു എനർജി വരുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പത്രം വായിച്ച് ഇപ്പോൾ ഒരു അപകട വാർത്ത പത്രത്തിൽ വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇക്കിളിപ്പെടുത്തുന്നൊരു വാർത്ത, അല്ലെങ്കിൽ എന്തൊരു കേൾക്കാൻ കൊള്ളാത്ത, പറയാൻ കൊള്ളാത്തൊരു വാർത്ത, എന്തെങ്കിലും ഒരു വാർത്ത ആയിക്കോട്ടെ, ആ വാർത്ത നമ്മൾ പത്രത്തിൽ റിപ്പോർട്ട് വായിക്കുന്നതും അതിൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളുടെ നിലവറകൾ, നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള നിലവറകളുടെ ഉള്ളിലേക്ക് ചില കാര്യങ്ങൾ ഇറങ്ങിപ്പോകും. പിന്നെ ഒരിക്കലും അത് പുറത്തിറങ്ങില്ല. ചില കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കാണാത്തതായിട്ട് നടിക്കാൻ പറ്റില്ല. പിന്നെ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകാനും പോകുന്നില്ല. കഴിഞ്ഞ വർഷം ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും ഇംഗ്ലീഷിൽ. അപ്പോൾ കഴിഞ്ഞ വർഷം 2024 ഇംഗ്ലീഷിൽ ഏറ്റവും അധികവും പുതിയതായിട്ട് പ്രയോഗിക്കപ്പെട്ടൊരു വാക്കാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയും. ബ്രെയിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം തലച്ചോറ്, റോട്ടെന്ന് വെച്ചാൽ അളിഞ്ഞു പോവുക, ചീഞ്ഞു പോവുക എന്നാണ് അർത്ഥം. ബ്രെയിൻ റോട്ടെന്ന് വെച്ചാൽ ചീഞ്ഞു പോവുക, തലച്ചോറ്. എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോണിലൂടെ ഈ ഓൺലൈൻ നമ്മളിങ്ങനെ കണ്ട് നമ്മളിപ്പോൾ ഒരു വാർത്ത കാണുമ്പോൾ ആ വാർത്ത നമ്മൾ 3 മിനിറ്റ് കണ്ട ഇയാൾ, അപ്പോൾ അതേപോലെയുള്ള വാർത്തകൾ യൂട്യൂബ് നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ പുറകെ ഇട്ടിട്ട് തരും. അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേകതരം പാട്ട് കേൾക്കുമ്പോൾ അതിന് പുറകെയുള്ള പാട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ട് തരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരേ ചാലിൽ കിടന്ന് ഇങ്ങനെ കാര്യങ്ങൾ കണ്ട് നമ്മുടെ തലച്ചോറ് ഇരുന്ന് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തിരി മുതിർന്ന തലമുറയിൽപ്പെട്ടവർ ഫോൺ ഉപയോഗം കുറവായതുകൊണ്ട് ഇത് മനസ്സിലാകണമെന്നില്ല. കുറച്ചും കൂടി ചെറുപ്പക്കാർ ഇതൊന്ന് സ്വന്തം വിമർശനാത്മകമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇത് ഫോൺ ഉപയോഗം മൂലം നമുക്ക് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ പലതും വ്യക്തികളെയൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പോൾ പരിസരബോധം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. പൊട്ട തീരുമാനങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് ചാടി വീഴുന്ന അവസ്ഥകളുണ്ട്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ അറിയാവോ? എല്ലാം അറിയാം. ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും അറിയാം. പക്ഷെ എന്താ ഇത്ര അറിഞ്ഞിട്ട് എന്തിനാ? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വെറുതെ തലച്ചോറ് ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ കാരണം എന്നറിയാവോ? സെബസ്ത്യാനോസിൻ്റെ രൂപം നോക്കിക്കേ. സെബസ്ത്യാനോസ് അമ്പേറ്റല്ല മരിച്ചത്. പക്ഷേ ഏതൊരു വിശുദ്ധനെ എടുത്ത് നോക്കിക്കോ, ആ വിശുദ്ധൻ ഏത് മർദ്ദനോപകരണം കൊണ്ടാണോ കൊല്ലപ്പെട്ടത്? രക്തസാക്ഷികൾ പ്രത്യേകിച്ച്. ഇപ്പോൾ ആ രക്തസാക്ഷിയുടെ കയ്യിൽ ഏത് ഉപകരണം കൊണ്ടാണോ കൊല്ലപ്പെട്ടത്, ആ ഉപകരണവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രക്തസാക്ഷികളെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. അങ്ങനെയാണ് സഭ ഔദ്യോഗികമായിട്ട് രക്തസാക്ഷികളെ വരക്കുന്നത്. പത്രോസ് ശ്ലീഹ എടുത്തു കഴിഞ്ഞാൽ തലതിരിഞ്ഞ കുരിശ്, അന്ത്രയോസ് ശ്ലീഹ എടുത്താൽ കുരിശ്, തോമാസ് ശ്ലീഹയുടെ കയ്യിൽ കുന്തം, മറ്റു രക്തസാക്ഷികളുടെ കയ്യിൽ അവർ എന്ത് ഉപകരണത്താലാണോ കൊല്ലപ്പെട്ടത് അത് കയ്യിൽ പിടിച്ചുകൊണ്ട്, ഒരു കയ്യിൽ ഒലിവിലകളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, വിജയശ്രീലാളിതനായിട്ട് നിൽക്കുന്ന, നല്ല അംഗവസ്ത്രങ്ങൾ ധരിച്ച രക്തസാക്ഷികളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ മാത്രമാണ് ഈ ഒരു അർദ്ധനഗ്നനായിട്ട്, അതിലും പുരുഷഭാവങ്ങളില്ലാത്തൊരു ശരീരമാണത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, മസ്കുലറായിട്ടുള്ള ഭയങ്കര പുരുഷന്മാരുടെ ശരീരപേശി ഒന്നും ഇല്ലാത്ത, പക്ഷെ കമാൻഡോയാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ എന്തുമാത്രം ശരീരപുഷ്ടി ഉണ്ടായി കാണുന്നൊരു മനുഷ്യനായിരിക്കണം എന്നും കൂടി ചിന്തിക്കണം. വെറും ഒരു തളർന്ന ഒരു ശരീരം, അതിങ്ങനെ അമ്പിലിങ്ങനെ തറച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാതെ നിൽക്കുന്ന കാഴ്ച. നമ്മൾ 1-2 അമ്പൊക്കെ ഇവിടെ കുത്തി വെക്കുകയുള്ളൂ. ചരിത്രം പറയുന്നത് മുള്ളംപന്നിയെപ്പോലെ ഇരുന്നിരുന്നു എന്നാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് അവർക്ക് അമ്പ് ചെയ്യാൻ അറിയാം. അതായത് ഇഞ്ചോടിഞ്ച് അമ്പ് ചെയ്യാൻ അവർക്കറിയാം. പാർത്യന്മാരായ വില്ലാളി വീരന്മാർക്ക് എത്ര ഊക്കിൽ അമ്പ് ചെയ്താലാണ് അത് ഹൃദയത്തെ തൊട്ടില്ല എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നത്. ആന്തരാവയവങ്ങളെ തൊടാതെ, എന്നാൽ മാംസത്തെ തുളച്ചിങ്ങനെ നിർത്താൻ അവർക്കറിയാം. അതുകൊണ്ട് 1-2 അമ്പ് പേരിട്ടിട്ടേക്കണമെന്നല്ല. അത് നമ്മൾ ബ്രസ്സിലെന്ന് പറയല്ലേ, ബ്രഷിൽ ഇങ്ങനെ കൂടെ ഇരിക്കുന്നത് പോലെ അമ്പ്, അല്ലെങ്കിൽ മുള്ളംപന്നിയെ, പോർക്യുപ്പൈൻ അങ്ങനെ പറയുന്നത്, മുള്ളംപന്നിയെ പോലെ അമ്പ് നിറച്ചിട്ടാണ് വിശുദ്ധനെ നിർത്തിയത്. അതായത് നീരടിച്ച് മരിക്കും. അതായത് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം പറ്റിയിട്ടല്ല, സെപ്റ്റിക്കായിട്ട് മരിക്കുന്ന രീതിയിൽ 3-4 ദിവസം കൊണ്ട് നരകിച്ച് മരിക്കണം എന്ന് ചക്രവർത്തി തീരുമാനിച്ചതുകൊണ്ടാണ് അങ്ങനെ ഇഞ്ചോടിഞ്ച് കൊല്ലാനായിട്ട് തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഭീകര ദൃശ്യം ഈ ചക്രവർത്തി ഒരുക്കി വയ്ക്കുന്നത്? നമ്മളുകൊണ്ട് ഇപ്പോൾ ഭീകര ദൃശ്യങ്ങൾ കാണാനായിട്ട് നമുക്ക് ഭയങ്കര താല്പര്യമാണ്.
നമ്മളുടെ വിശ്വാസത്തിൻ്റെ നമ്മളുടെ ഈ കണ്ണിൻ്റെ മുമ്പിൽ വളരെ ഭീകരമായിട്ട് കൊല്ലപ്പെട്ട ഒരു വിശുദ്ധനെ അദ്ദേഹം കൊല്ലപ്പെടുന്ന, അല്ലെങ്കിൽ അദ്ദേഹം മർദ്ദിക്കപ്പെടുന്ന, അദ്ദേഹം ചോര വാർന്നു നിൽക്കുന്ന അവസ്ഥയിൽ വരച്ചു ചേർത്തിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെ നമ്മൾ ഈശോയുടെ കുരിശ് മാത്രമേ ഇതിന് തുല്യമായിട്ട് വേറെ നമ്മൾ വിശുദ്ധ ചിത്രീകരണങ്ങളിലുള്ളൂ എന്നുകൂടി ഓർക്കണം കേട്ടോ. നമ്മൾ ഒരു രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിനെ സാധാരണ രീതിയിൽ കാണേണ്ടത് ചുവന്ന് ഉടുപ്പിട്ട്, നല്ല സ്വർണ്ണക്കരയുള്ള ചുവന്ന് ഉടുപ്പിട്ട്, കയ്യിൽ ഗദയും പിടിച്ചുകൊണ്ട്, കാരണം അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. അമ്പേറ്റപ്പോൾ അദ്ദേഹം മരിച്ചില്ല, അദ്ദേഹം വീണ്ടെടുക്കപ്പെട്ടു. തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഗദ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വലിയ വലിയ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിശുദ്ധനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ ലോകം ഭീകരമായ കാഴ്ചകൾ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ലോകത്തിന് മുമ്പിൽ പല സമയത്തൊരു പ്രദർശന വസ്തുവായിട്ട് മാറും. ചില സമയത്ത് നമ്മളുടെ ജീവിത തകർച്ചകളുമുണ്ട്, നമുക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മളിവിടെ വീണ് കിടക്കും. ആത്മീയ തകർച്ചകളുമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങളുണ്ടാകുമ്പോൾ സഹായിക്കാൻ കഴിവുള്ളവർ പോലും ഓടി വരാതെ അവരിങ്ങനെ കാഴ്ചക്കാരായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ട് മാറും. ഇനി അതും എല്ലാം പോട്ടെ, നമ്മൾ നീതിയിലും നന്മയിലും ജീവിക്കാൻ ശ്രമിച്ചാലും ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ വലിയൊരു അപമാനകരമായ പ്രദർശന വസ്തുവായിട്ട് നിലകൊള്ളും. ഇത് പറഞ്ഞിട്ടുള്ളതാണ്. കുരിശ് വലിയൊരു പ്രദർശന വസ്തുവായിട്ട് ലോകത്തിൻ്റെ മുൻപിൽ ഉയർത്തപ്പെട്ടു. എല്ലാവരും അതിനെ നോക്കി, പക്ഷെ എല്ലാവരും അതിനെ തിരിച്ചറിഞ്ഞില്ല. ചിലരത് തലയാട്ടി കളിയാക്കി ചിരിച്ചുകൊണ്ട് പോയി. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനി ലോകത്തിൻ്റെ മുൻപിൽ ഉയർത്തപ്പെടുമ്പോൾ അതൊരു പ്രദർശന വസ്തുവാണ്. എന്നുവെച്ചാൽ ലോകം ഉറ്റുനോക്കുകയാണ്. എല്ലാവരും അതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുകയോ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ നമ്മൾ അനുഗ്രഹിക്കുകയോ ചെയ്യുന്നതല്ല. ഭൂരിപക്ഷം ആൾക്കാരും നമ്മൾ ശപിക്കുകയും നമ്മളുടെ വീഴ്ചയിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഒരു ആത്മീയ ക്ലേശം ആയിക്കോട്ടെ, ശാരീരിക ക്ലേശം ആയിക്കോട്ടെ, ഒരു മാനസിക ക്ലേശം ആയിക്കോട്ടെ, അങ്ങനെയുള്ളൊരു ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ചുറ്റും നമ്മളുടെ പ്രിയപ്പെട്ടവർ പോലും കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പോകുന്നത്? നമ്മൾ എവിടേക്കാണ് കണ്ണുയർത്താൻ പോകുന്നത്? അതാണ് വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഭീകരമായ കാഴ്ചകൾ കണ്ട് തഴക്കം വന്നിരിക്കുന്ന നമുക്ക് ഇതൊക്കെ എന്ത് സംഭവം എന്നുള്ള കടന്നു പോകാൻ എളുപ്പമാണ്. ആ വിശുദ്ധനെ നോക്കിയിട്ട് മറ്റേത് കാഴ്ചയും കാണുന്നത് പോലെ കടന്നു പോകാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചും കൂടി ആഴമുള്ള കണ്ണുകളിലൂടെ ഈ വിശുദ്ധനെ നോക്കി കാണണമെന്നും ഈ വിശുദ്ധൻ പഠിപ്പിച്ചു തരുന്ന മാതൃക. കഴിഞ്ഞ ദിവസം തീരദേശ റോഡിൽ 2 പയ്യന്മാർ ബൈക്ക് ഓടിച്ചു പോയി. അവർ ആ ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ട് അവർ പോയി ഒരു ഭിത്തിയിലിടിച്ച് അവർ തല പിളർന്ന് മരിച്ചു. സാധാരണ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ സംഭവിക്കുന്നൊരു മരണരീതിയാണത്. രസം അതല്ല, പിറ്റേ ദിവസം തില്ലേരി ആശ്രമത്തിൽ 2 പേരാണ് അവരുടെ വീടിനടുത്തുള്ള ആൾക്കാർ വന്നത്. അവർ കാണിക്കുന്ന ലക്ഷണങ്ങളുണ്ടല്ലോ, അതായത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആൾക്കാരാണ് ആ മരിച്ചത്. ആ ദുഃഖം മാത്രമല്ല, അവരിങ്ങനെ ആ തല പൊട്ടിയതും ആ തലച്ചോറെല്ലാം മാറുന്നതൊക്കെ ആയിട്ടുള്ള പടങ്ങൾ, വീഡിയോസ് കണ്ട് വാട്സാപ്പിലെല്ലാം സർക്കുലേറ്റ് ചെയ്ത് കണ്ടിട്ട് ഒരു 10-13 വയസ്സുള്ളൊരു പെൺകൊച്ചും ഒരു മുതിർന്ന ഒരു ആൺകൊച്ചും അവർ തില്ലേരി ആശ്രമത്തിൽ വന്നത് പിശാചുബാധയുടെ ലക്ഷണങ്ങൾ പോലെയാണ്. പക്ഷെ നമുക്കതറിയാം, ഒരു ട്രോമ, അതായത് മാനസികാഘാതം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രകടനമാണ്. പക്ഷേ അവർ കാണിക്കുന്ന പിശാചുബാധയുടെ പോലത്തെ ലക്ഷണമാണ്. പിശാചുബാധ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല, പേടിച്ചിട്ടോ ഭയപ്പെട്ടിട്ടോ ഒക്കെ വരുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു സാധാരണ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാഴ്ച, അതിന് തെറ്റായ ഒരു കാഴ്ച, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു സന്ദേശം, അത് നമ്മളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. നമുക്കിന്നിപ്പോൾ എല്ലാത്തിനും വേണ്ടി ഒരാഴ്ചത്തേക്കൊരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ കാഴ്ചകൾ ഒരുക്കുന്നു, സെൻസേഷൻസ് ഒരുക്കുന്നു, യൂട്യൂബ് വീഡിയോകൾ 1.5 മിനിറ്റ് 2 മിനിറ്റുള്ള വീഡിയോകൾ ഇങ്ങനെ പടച്ചു വിടുന്നു. നമ്മൾ കണ്ട് ഒരു വാർത്തയുടെ ആ ചാനൽ എന്ത് പറഞ്ഞു, ഈ ചാനൽ എന്ത് പറഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞ് ഈ ചാനൽ തന്നെ വേറെ എന്ത് പറഞ്ഞു, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരാഴ്ചയേ ഉള്ളൂ. ആ സമയത്തുകൂടി ലോകത്ത് ബുദ്ധിയുള്ള നാട്ടുകാർ, ബുദ്ധിയുള്ള ആൾക്കാരെല്ലാം, രാഷ്ട്രീയ നേതാക്കന്മാരും ബിസിനസ്സുകാരും എല്ലാം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പുകമറയിട്ടിട്ട് അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ നടിയെക്കുറിച്ച് ഈ മുതലാളി പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളിൽ നമ്മളിവിടെ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നാടിൻ്റെ ആധാരം വരെയും ആരെങ്കിലുമൊക്കെ വിറ്റിട്ടുണ്ടാവും. നമ്മളൊന്നും ചിലപ്പോൾ ഇപ്പോൾ അറിയാൻ പോകുന്നില്ല അത്. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒരിക്കലും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കടന്നു പോകുന്ന കാഴ്ചയായിട്ട് ഈ വിശുദ്ധൻ നിലകൊള്ളരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ, ഒരു ഭീഷണമായ ഓർമ്മപ്പെടുത്തലാണത്. കാരണം നമുക്ക് പെരുന്നാൾ വരുമ്പോൾ മാത്രം നടന്നു പോകുന്ന, അല്ലെങ്കിൽ പഞ്ഞമ്പട, വസന്ത, ദൈവം സഹായിച്ച് 3 നമുക്ക് കുറവാണ്. ഇപ്പോൾ ഒരു വസന്ത എന്ന് പറയുന്നൊരു പകർച്ചവ്യാധി, അല്ലെങ്കിൽ കൊറോണ വന്നപ്പോഴാണ് നമ്മൾ അല്പമെങ്കിലും ഒന്ന് ഒതുങ്ങിയത്. അല്ലെങ്കിൽ ആ പോക്ക് കൊറോണയും വന്നില്ലായിരുന്നു, നമുക്ക് മഞ്ഞോ ഇല്ല. ഈ പറച്ചൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ഐശ്വര്യങ്ങളുള്ള നാടാണ്. പണ്ടത്തെ പോലെയുള്ള കഷ്ടപ്പാടുകളൊക്കെ കുറവാണ്. പടകയറ്റമൊന്നും നമുക്കില്ല.
നമ്മുടെ ഉള്ളിലുള്ള പടകയറ്റങ്ങളേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന വിദ്വേഷങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മളെ നശിപ്പിക്കേണ്ട സാഹചര്യമൊന്നും പണ്ടത്തെ പോലെ ഇല്ല. പിന്നെ വസന്ത, പകർച്ചവ്യാധികൾ, ആധുനിക വൈദ്യശാസ്ത്രം വളരെ പുരോഗമിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭയപ്പാടുകളും ഇല്ല. പിന്നെ നമ്മളെന്തിനാ ഈ വിശുദ്ധൻ്റെ അടുത്തോട്ട് വരുന്നത്? എങ്ങാനും പടകയറിയാലോ, പഞ്ഞം വന്നാലോ, വസന്ത പിടിച്ചാലോ, അല്ലെങ്കിൽ പകർച്ചവ്യാധി പിടിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടാണെങ്കിൽ ആ വിശ്വാസത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മൾ ആ വിശുദ്ധനെ കാണേണ്ടത് ക്രിസ്തുവിനെ, ആ വിശുദ്ധനെ എങ്ങനെ അനുകരിച്ചു എന്നും എങ്ങനെ നമ്മളെ അനുകരിക്കാനായിട്ട് പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. ഈ വിശുദ്ധനെ അമ്പെയ്ത് ഇതുപോലെ നിർത്തിയിട്ട് അദ്ദേഹം മരിച്ചില്ല, പകരം ഒരു ധനികയായ സ്ത്രീ അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ടുവന്ന് അമ്പെല്ലാം ഊരി ചികിത്സിച്ചു. അദ്ദേഹം ഭേദപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം ആ സ്ത്രീയുടെ മട്ടുപാവിലിരുന്നുകൊണ്ട് ചക്രവർത്തി കടന്നു പോകുമ്പോൾ, ഡയക്ലീഷ്യൻ ചക്രവർത്തിയാണ്, വ്യാളി എന്ന് വിളിക്കപ്പെടുന്ന മഹാദുഷ്ടനായ ചക്രവർത്തി, ആ ചക്രവർത്തി ഗീവർഗീസിൻ്റെ ആ കുന്തറിയുന്ന ആ വ്യാളി ഈ ഡയക്ലീഷ്യനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അത്രയും ക്രൂരനായൊരു ചക്രവർത്തി കടന്നു പോകുമ്പോൾ ആ ചക്രവർത്തിയെ നോക്കി ചിരിച്ചു ആര്? സെബസ്ത്യാനോസ്, മരണത്തിൽ നിന്ന് വീണ്ടും ഉയർത്ത് വന്നവനെ പോലെ. അപ്പോൾ സെബസ്ത്യാനോസിനെ നോക്കിയിട്ട് ആ ചക്രവർത്തി കലിപൂണ്ട് പറഞ്ഞ് അവനെ തല്ലിക്കൊല്ലാനാണ് പറഞ്ഞത്. അങ്ങനെ ആ വിശുദ്ധനെ എടുത്ത് ഗത കൊണ്ട് അടിച്ച് അവരൊരു അഴുക്ക് ചാലിലെറിഞ്ഞു. ആ അഴുക്ക് ചാലിൻ്റെ പേരാണ് ക്ലോവാക്ക മാക്സിമ. ക്ലോവാക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലുത്. ക്ലോവാക്ക മാക്സിമ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ അഴുക്ക് ചാലെന്നാണ് അർത്ഥം. അതായത് ഒരു വിശുദ്ധനെ, തൻ്റെ നേരെ നോക്കി ദൈവത്തിൻ്റെ ശബ്ദം ഉയർത്തിയ ഒരു പ്രവാചകനെ ചക്രവർത്തി എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ എന്നോട് കളിച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നൊരു പാഠമാക്കി, ഒരു ദർശനമാക്കി, ഒരു ദൃഷ്ടിയാക്കി, ഒരു കാഴ്ചയാക്കി ഒരുക്കി. എന്നോടാരും കളിക്കരുത്. നമ്മൾ കാലാകാലങ്ങളിൽ ചെയ്യുന്ന, എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, കുരിശി തറക്കും, കണ്ടു നിന്നോ, കഴിവേറ്റും, കണ്ടു നിന്നോ, കൂട്ടക്കൊല ചെയ്യും, കണ്ടു നിന്നോ, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് പൈസയുണ്ട്, എനിക്ക് ശക്തിയുണ്ട്, അധികാരമുണ്ട്. നമ്മൾ വലിയ വലിയ ചക്രവർത്തിമാരുടെ കഥയായിട്ടൊന്നും വായിക്കണ്ട കേട്ടോ. നമ്മളുടെ ജീവിതത്തിലും സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരാൾ നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഏതറ്റം വരെയും പോയി നശിപ്പിക്കും. അല്ലെങ്കിൽ എന്താണ് അയാൾ എൻ്റെ മേലിന് തൊടാൻ പറ്റാത്ത വിധത്തിൽ അയാളെ ഞാനൊരു പ്രദർശന വസ്തുവാക്കും. ഈ ഒരു മനോഭാവം നമ്മളുടെ ഉള്ളിലും രൂഢമൂലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പടകയറ്റങ്ങൾ പുറത്തുനിന്നൊന്നുമല്ല വരുന്നത്, നമ്മളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ക്ലോവാക്ക മാക്സിമ, ഈ കുഞ്ഞു കുഞ്ഞു തവള അങ്ങനെയൊക്കെയുള്ള ജീവികളുടെ വിസർജന അവയവങ്ങളെ ക്ലോവാക്ക എന്നാണ് ബയോളജിയിൽ വിളിക്കുന്നത്. ക്ലോവാക്ക അതായത് വെറും വിസർജന അവയവങ്ങൾ പോലെ ആ വിസർജനത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് നമ്മൾ ഒരു വിശുദ്ധനെ, ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ പ്രവചനത്തെ തള്ളിവിടുകയാണ്. നമുക്ക് നമ്മുടെ സുരക്ഷിതത്വങ്ങളും നമ്മുടെ വലിയ പോരുകളും ആമുഖത്തിൽ വായിച്ചതുപോലെ വലിപ്പത്തിൻ്റെ കഥകളെ നമുക്കുള്ളൂ പറയാൻ. നമ്മൾ വലിയ സംഭവമാണ്, നമ്മൾ വലിയ ആളാണ്, നമുക്കതുണ്ട് ഇതുണ്ട്, ആരെനിക്കെതിരെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ധാർഷ്ട്യങ്ങളാണ് നമ്മളുടെ മുമ്പിൽ. നമുക്ക് ബാക്കിയെല്ലാം വിഴുപ്പും അഴുക്കുമാണ്. നമ്മളെ ജീവിതങ്ങളെപ്പോലും, മനുഷ്യരെ പോലും ചുരുട്ടിക്കൂട്ടി നമ്മൾ വിസർജനങ്ങൾ പോലെ എറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്, അഴുക്ക് ചാലുകളിലേക്ക് എറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. അവിടെ കിടന്നുകൊണ്ടാണ് ഈ വിശുദ്ധൻ നമ്മളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നത്. ഇന്ന് കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളും കൂടിയാണ്. ആ ഒരു ഇതിനോട് ചേർത്ത് വായിക്കുകയാണ്. ഈ ഒരു മലിനജലത്തിൽ നമ്മൾ താഴ്ന്നു പോകുമ്പോൾ ഒരു അഴുക്കിൻ്റെ ആ ചെളിക്കുണ്ടിൽ അല്ലെങ്കിൽ വിസർജനത്തിൻ്റെ വ്യവസ്ഥയിൽ, അങ്ങനെയാണ് വിശുദ്ധ അഗസ്തീനോസ് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത്, ഇൻ്റർഫീച്ചസ് എത്ത് ഊറിനാം നാഷിമൂർ ഓംനസ്, അതായത് മലമൂത്രാദികളുടെ ഇടയിലാണ് മനുഷ്യൻ ജനിച്ച് വീഴുന്നതെന്നാണ് പറഞ്ഞത്. നമ്മുടെ ശാരീരിക ഘടന കൊണ്ടാണ് അത് പറഞ്ഞത്. എത്രയുള്ളൂ മനുഷ്യൻ. ആ മനുഷ്യനാണ്, അഴുക്കിൽ കിടന്ന ആ മനുഷ്യനാണ് ദൈവം എടുത്തിട്ട് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകി ശുദ്ധിയാക്കിയത്. നമ്മൾ ദൈവത്തെ അഴുക്ക് ചാലിലോട്ട് തള്ളിയിടുന്ന ആ ഒരു വ്യവസ്ഥ, അതാണ് നമ്മൾക്കിഷ്ടം. പക്ഷെ ദൈവം തിരിച്ചാണ് ചെയ്യുന്നത്. നമ്മളെ അഴുക്ക് ചാലുകളിൽ നിന്ന് കോരിയെടുത്തുകൊണ്ട് ജീവൻ്റെ ജലത്തിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് കർത്താവ് ജോർദാനിലേക്ക് ജ്ഞാനസ്നാനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവന് ജ്ഞാനസ്നാനം ആവശ്യമില്ല, അവന് ശുദ്ധീകരണം ആവശ്യമില്ല, അവന് പാപമോചനം ആവശ്യമില്ല, മാനസാന്തരം ആവശ്യമില്ല, അവൻ പാപം ചെയ്തിട്ടുമില്ല. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവൻ തികച്ചും മനുഷ്യനായതുകൊണ്ട് മനുഷ്യരെന്തെല്ലാം ചെയ്യണമോ, മനുഷ്യരേതെല്ലാം വഴിയിൽ കൂടി കടന്നു പോകണമോ ആ വഴിയിലെല്ലാം അവനും കടന്നു പോകും. ആരെ പ്രതി? എന്നെയും നിങ്ങളെയും പ്രതി. മനുഷ്യർ ഈ കൊല്ല ചെയ്യാമായിരുന്നു, നമ്മളെ മുക്കിക്കൊല്ലാമായിരുന്ന ജലത്തിൽ നിന്ന് അവൻ മനുഷ്യനെ വീണ്ടെടുത്തു, ജീവനിലേക്ക് വീണ്ടെടുത്തു. അതാണ് ജ്ഞാനസ്നാനത്തിൻ്റെ തെളിമ. നമ്മളിന്ന് ഫേസ്ബുക്കിൽ ലേഖനമായിരുന്നു വായിക്കേണ്ടിയിരുന്നത്, ഞായറാഴ്ച വായനയായിരുന്നെങ്കിൽ. അതിൽ പറയുന്നത് പോലെ അനുഗ്രഹീതമായ പ്രത്യാശയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു. അതായത് നമ്മളുടെ ജീവിതം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, തകർന്നടിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു പ്രദർശന വസ്തു പോലെ ആൾക്കാരെല്ലാം കാഴ്ചക്കാരായിട്ട് ചുറ്റും നിൽക്കുന്നൊരവസ്ഥയിൽ, ആ മനുഷ്യരാരും എന്നെ സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ, എല്ലാം നിരാശപ്പെട്ട് തകർന്നടിഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഒരാൾ എന്നെ തേടി വന്നു, കർത്താവ് എന്നെ തേടി വന്നു. ആ കർത്താവ് എൻ്റെ യാതൊരു യോഗ്യതയും പരിഗണിച്ചില്ല. ഞാൻ പാപം ചെയ്തിട്ടാണോ തകർന്നിട്ടാണോ ആ വീണ് കിടക്കുന്നതെന്ന് പോലും അവൻ പരിശോധിച്ചില്ല. ഞാൻ വീണ് കിടക്കുകയാണ് എന്ന് മാത്രമാണ് അവൻ പരിശോധിച്ചത്.
അല്ലാണ്ട് ഞാൻ എൻ്റെ കുറ്റം കൊണ്ട് വീണതാണോ എന്ന് പോലും പരിശോധിച്ചില്ല. അങ്ങനെ കർത്താവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയതിൻ്റെ ഒരു തിരുനാൾ കൂടിയാണ് ജ്ഞാനസ്നാനം. അതുകൊണ്ടാണ് നമ്മളെ നോക്കി സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഉണ്ടായത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രവിക്കുവിൻ, ഇവനെപ്പോലെ ആകുവിൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. സ്നാപകൻ ഈശോയെ ജ്ഞാനസ്നാനപ്പെടുത്താൻ പോകുന്ന വേളയിൽ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയും. നമ്മളും പരിശുദ്ധ കുർബാനയുടെ ദിവസവും പരിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തിയിട്ട് അച്ഛൻ പറയും, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ എന്ന് പറയും, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് പ്രത്യുത്തരവാണ് തരുന്നത്? അതും അറിയാൻ പാടില്ല. എന്താ പറയുന്നത് നിങ്ങൾ? കർത്താവേ പറ, കേൾക്കട്ടെ. കർത്താവേ അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ഇതാര് പറഞ്ഞാ ബൈബിളിൽ? ഇതാര് പറഞ്ഞാ ബൈബിളിൽ? ഒരു ശതാധിപൻ, റോമൻ ശതാധിപൻ, 100 പടയാളികളുടെ മേലെ അധികാരമുള്ളവനാണ് ശതാധിപൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോമൻ ശതാധിപൻ പറഞ്ഞതാണ്. അവൻ അന്ന് ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവെ എനിക്കറിയാം അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എൻ്റെ മുകളിൽ സുപ്പീരിയേഴ്സ് ഉണ്ട്, ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥരുണ്ട്, എൻ്റെ കീഴിലും പട്ടാള ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അധികാരം പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം. മേളിലുള്ളവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കും, അല്ലാണ്ട് താഴെയുള്ളവൻ എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ നടത്താമെന്ന് ചിന്തിക്കില്ല. അധികാരവും ശക്തിയും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാണ് അവൻ കർത്താവിനോട് പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നീ പറഞ്ഞാൽ അത് സംഭവിക്കും, കാരണം നിനക്ക് അധികാരവും ശക്തിയുണ്ട് എന്ന് അവൻ പറയുകയാണ്. ഒരു വിജാതീയനായ ആ പട്ടാളക്കാരൻ. ഈ സെബസ്ത്യാനോസ് ഈ പറയുന്ന ശതാധിപനേക്കാൾ റാങ്ക് കൂടിയ ഒരു പട്ടാളക്കാരനാണ്, റോമൻ പട്ടാളക്കാരനാണ് എന്നോർക്കണം. അവൻ ചക്രവർത്തിയുടെ അംഗരക്ഷകനാണ്, പ്രത്തോറിയൻ ഗാർഡ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇവൻ ഇത്രയും ഭീകരമായിട്ട് അമ്പെയ്ത് കൊല്ലാൻ, അല്ലെങ്കിൽ ഇത്രയും മർദ്ദിച്ചു കൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചക്രവർത്തിയുടെ ഹൃദയ സൂക്ഷിപ്പുകാരനായിരുന്നു. അതായത് കമാൻഡോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ VIP കൂടെ ഉണ്ടാവില്ലേ, അവർ പറയുന്ന എല്ലാവരും കേൾക്കും, അവർ തമാശ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും, അവർക്ക് പേരെടുത്ത് അറിയാൻ പറ്റും, കുടുംബകാര്യങ്ങൾ അറിയാൻ പറ്റും, അത്ര അടുപ്പമുണ്ടാവും. കൂട്ടുകാരനാണ് ചക്രവർത്തിയുടെ ശരിക്കും, അല്ലാണ്ട് എവിടെയോ നിൽക്കുന്നൊരു പട്ടാളക്കാരനല്ല. വേണമെങ്കിൽ ഒരു വാളെടുത്തിട്ട് ചക്രവർത്തിയെ കൊല്ലാനോ അവന് പറ്റും. താൻ മരിക്കാതിരുന്നാൽ പോരെ, ചക്രവർത്തിയെ കൊന്ന കാര്യം തീരില്ലേ? ചെയ്തില്ല. ക്രിസ്ത്യാനി അങ്ങനെയല്ല, അവൻ മരണം സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നവനാണ്, വിശ്വാസത്തെ പ്രതി, നീതിയെ പ്രതി. അല്ലാണ്ട് അവനെ കൊന്നിട്ട് നീതി സ്ഥാപിക്കുക എന്നുള്ളതല്ല. എൻ്റെ മരണം ദൈവത്തിന് ഹിതകരമാകുമെങ്കിൽ അത് ഞാൻ സ്വീകരിക്കാനും തയ്യാറാണ്, ദൈവം ആഗ്രഹിക്കുന്ന പക്ഷം. ചക്രവർത്തി ഇത്ര അടുത്ത് ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്നവന് ചക്രവർത്തിയെ കൊല്ലാനാണോ പാട്? നമുക്കും ഇല്ലേ അംഗരക്ഷകർ, നമ്മളുടെ VIP കൊന്ന ചരിത്രങ്ങൾ നമുക്കില്ലേ? പക്ഷേ അവൻ അങ്ങനെയല്ല തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ചക്രവർത്തിക്ക് അവനോട് ഭയങ്കര ദേഷ്യം തോന്നുന്നത്. ഇത്രയും ഹൃദയം അടുത്തൊരാൾ, ഇത്ര നല്ല പരിചയമുള്ള ഒരാൾ എന്നെ പറ്റിച്ചല്ലോ എന്നുള്ളതാണ് ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദേഷ്യം വരുന്നൊരു കാര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സെബസ്ത്യാനോസ് ഒരിക്കലും വെറുപ്പ് കൊണ്ടല്ല. വെറുപ്പ് കൊണ്ടായിരുന്നെങ്കിൽ അവൻ ചക്രവർത്തിയെ കൊന്നേനെ. പക്ഷെ വെറുപ്പ് കൊണ്ടല്ല ചെയ്തത്. ചക്രവർത്തിക്ക് എന്ത് യുദ്ധം അറിഞ്ഞിട്ടാ? ഈ ഒരു കമാൻഡോക്കാണോ VIP ആയുധകലകൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്? കമാൻഡോയാണ്. നിസ്സാര സമയം കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റും. എന്നിട്ടും അവൻ ചെയ്തില്ല. വെറുപ്പല്ല അവിടെ, അത് സ്നേഹമാണ്, ദൈവത്തോടുള്ള വിധേയത്വമാണ്. സന്തോഷത്തോടെയാണ് അവൻ ആ ഒരു പീഡകളിലേക്ക് പ്രവേശിക്കുന്നത്. അവൻ പക്ഷേ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറയുന്നുണ്ട്, അധികാരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം. നീ ലോകത്തിൻ്റെ മുഴുവൻ അധികാരിയായ സീസർ ആയിരിക്കാം, പക്ഷേ എൻ്റെ അധികാരി അതിനേക്കാളും വലുതാണ്. ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു, പക്ഷേ ദൈവത്തെ അതിനേക്കാളേറെ എന്ന് വിശുദ്ധ തോമസ് മൂർ തൻ്റെ രാജാവിനെ നോക്കി, തന്നെ കൊല്ലാൻ വന്ന രാജാവിനെ നോക്കി പറഞ്ഞതുപോലെ, രാജാവേ എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ്, അങ്ങയെ ഞാൻ ബഹുമാനിക്കുന്നു, അങ്ങയെ ഞാൻ അനുസരിക്കുന്നു, പക്ഷേ ദൈവത്തെ അതിലേറെ. സീസറിനുള്ളത് സീസറിന് കൊടുക്കണം, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവത്തിന് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും വരാനിരിക്കുന്നൊരു വിധിയാണിത്. ലോകം നമ്മളെ വെറും ഒരു അപമാന വസ്തുവാക്കി മാറ്റും, പ്രദർശന വസ്തുവാക്കി മാറ്റും. നമുക്കിന്ന് കാഴ്ചക്കാരായി നിന്നിട്ടുള്ള ശീലങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മളൊരിക്കൽ കാഴ്ചയുടെ നടുവിൽ വരും. ലോകം നമ്മളെ ഉറ്റുനോക്കും, നമ്മളുടെ ജീവിതത്തിലേക്ക് ഉറ്റുനോക്കും. നമ്മളൊരു വിശ്വാസ പ്രതിസന്ധി വന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചത്? നമ്മളുടെ മേൽ ദൈവത്തിൻ്റെ ഹിതം കൂരം പോലെ താണിറങ്ങിയപ്പോൾ നമ്മൾ എത്ര സമയത്തോടെ അത് സ്വീകരിച്ചു? നമ്മളെ തന്നെ പരിശോധിക്കണം കേട്ടോ. ഒരു ചെറിയൊരു അമ്പ്, ചെറിയൊരു വേദന നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ, ചെറിയൊരു പരീക്ഷണം നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ, നമ്മളതിനെ സമചിത്തതയോടെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണോ ഞാനും നിങ്ങളും? അതാണ് ഇന്ന് ഈ വിശുദ്ധൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങയുടെ വചനം എന്നെ തുളച്ചു കയറി എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെയാണ്. ഈ മുള്ളും ഈ അമ്പും അല്ല വിശുദ്ധനെ വേദനിപ്പിക്കുന്നത്. ആ വിശുദ്ധൻ്റെ മേൽ തറച്ചു കയറുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ഓരോ അമ്പും ഓരോ ദൈവഹിതമാണ്, ഓരോ ദൈവവചനമാണ്.
ആ വചനത്തെ എങ്ങനെയാണ് വിശുദ്ധൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് മാറാനായിട്ട് പോകുന്നത്. നമ്മൾ ഓരോന്നിങ്ങനെ ചവച്ച് വിസർജിച്ച് അതിലോട്ട് വലിച്ചെറിഞ്ഞ് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ജീവിതങ്ങളെ തള്ളിക്കളഞ്ഞ് ദൈവവചനത്തെ തള്ളിക്കളഞ്ഞ് ദൈവഹിതത്തെ തള്ളിക്കളഞ്ഞ് നമുക്ക് സുഖലോൽപതിയിൽ മാത്രം ജീവിക്കുമ്പോൾ ചെറിയൊരു വേദന പോലും നമുക്ക് എടുക്കാൻ പ്രയാസം വരുന്നു. നമുക്ക് ദൈവഹിതത്തെ മനസ്സിലാക്കാൻ പ്രയാസം വരുന്നു. കാരണം നമ്മുടെ കണ്ണുകൾ അത്ര അന്ധമാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് ചുറ്റും നോക്കി, ഒരിടത്തുനിന്നും സഹായം ലഭിക്കുന്നില്ല. ഈശോ കുരിശിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ നമ്മളും പറയാറുള്ള പോലെ അവൻ ചുറ്റോട് ചുറ്റും നോക്കി, ആരുമില്ല, ആർക്കും വേണമെന്ന് വിചാരിച്ചാൽ സഹായിക്കാൻ പറ്റില്ല. കാരണം ലോകം അത്രമേൽ ശക്തിയോടെ നമ്മളുടെ മേൽ അമർന്നിരിക്കുകയാണ്, നമ്മളെ പീഡിപ്പിക്കുന്നു, നമ്മളെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നു. എല്ലാവരും നിസ്സഹായരാണ്, നമ്മൾ നിസ്സഹായരാണ്. പക്ഷെ ഓർക്കുക, നമ്മൾ നിസ്സഹായരല്ല, നമ്മൾ പ്രത്യാശാഭരിതരാണ്, അനുഗ്രഹീതമായ പ്രത്യാശയാൽ നിറയപ്പെട്ടവരാണ്. അതായത് ലോകം നമ്മളെ ഒടിച്ചു മടക്കി ചുരുട്ടിക്കൂട്ടി എന്തെല്ലാം വെട്ടി നുറുക്കിയാലും ഓരോ അണുവും ദൈവത്തെ നോക്കി പുകൾ പാടും. അതാണ് ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ വിശുദ്ധൻ്റെ ധീരത അതാണ്. സഹനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അന്യായമായ സഹനമായിരിക്കാം, ഞാൻ അർഹിക്കുന്ന സഹനമായിരിക്കില്ലായിരിക്കാം, പക്ഷേ ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതിനൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കണ്ണുകൾ എപ്പോഴും സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അമ്പുകൾ ഏൽക്കാൻ തയ്യാറല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ തിരുനാളിനൊന്നും ഒരു പ്രസക്തിയില്ല. സ്വർണ്ണത്തിൻ്റെ അമ്പും കഴന്നൊക്കെ എടുത്തുകൊണ്ട് വീട് മുഴുവൻ നടക്കുന്നത്, കുറച്ചാളും കൂടിയൊക്കെ അത് ആഘോഷിച്ചു, പക്ഷേ ഇതൊക്കെ നിർത്തലാക്കണം കേട്ടോ. ഇങ്ങനത്തെ രീതിയൊക്കെ അതൊക്കെ പഴയ പരിപാടി, അതൊന്നും അല്ല. ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഈ അമ്പും കഴന്നൊക്കെ എടുത്ത് ഇതൊക്കെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യം കാര്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ, എന്താ ഈ തിരുനാളെന്നുള്ളതേ. അല്ലെങ്കിൽ അവർ വിചാരിക്കും ഒരു അമ്പും കഴന്നൊക്കെ എടുത്ത് സ്വർണം തൊടാൻ പാടില്ല, ഭയങ്കര വിശുദ്ധമായ വസ്തു. അങ്ങനെ വിശുദ്ധമായ വസ്തുവും എന്നൊന്നും അല്ല. നല്ല തുരുമ്പ് പിടിച്ച അമ്പ് നെഞ്ചത്തോട്ട് കയറിയതിൻ്റെ കഥയാണ് ഈ പറയുന്നത്. നമ്മളെല്ലാം എടുത്ത് സൂപ്പറാക്കി മാറ്റും, അമ്പെടുത്ത് സ്വർണം പൂശി വെക്കും. പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പച്ചയായ മനുഷ്യരായിരുന്നു ഈ വിശുദ്ധർ. അവരെ തുളച്ചു കയറിയ പച്ചയായ ജീവിതാനുഭവങ്ങളിൽ അവരെങ്ങനെ ഏറ്റവും സ്വർണ്ണം തിളക്കത്തോടെ പെരുമാറി. അല്ലാണ്ട് അമ്പെടുത്തിട്ട് നമ്മൾ സ്വർണം പൂശി ഭംഗിയാക്കി വെക്കുന്നതിലല്ല തിരുനാൾ. നമ്മളുടെ ജീവിതത്തിലേക്ക് തുളഞ്ഞു കയറുന്ന ഈ കാരിരുമ്പിൻ്റെ തുരുമ്പ് പിടിച്ച അമ്പുകൾ, മുള്ളു പോലെയുള്ള അമ്പുകൾ, അതെടുത്തിട്ട് നമ്മൾ സ്വർണ്ണം പൂശും. നമ്മളുടെ ജീവിതത്തിലെ അമ്പുകളെടുത്ത് സ്വർണ്ണം പൂശും. വിശുദ്ധൻ്റെ ജീവിതത്തിലെ അമ്പുകളെടുത്ത് നമ്മൾ സ്വർണ്ണം പൂശേണ്ട ആവശ്യമൊന്നുമില്ല. അത് വിശുദ്ധൻ്റെ ഓട്ടം ഓടിക്കഴിഞ്ഞു. ഞാൻ നല്ല ഓട്ടം ഓടി, നല്ല ഗുസ്തി പൂർത്തിയാക്കി, എനിക്കുള്ള പ്രതിഫലം ദൈവം കാത്തു വെച്ചിട്ടുണ്ട്. വിശുദ്ധൻ പറയുകയാണ് നമ്മളോട്, നമ്മളിനി ബാക്കി നമ്മൾക്കുള്ള ഗുസ്തി പിടിക്കണം, നമ്മളുടെ ഓട്ടം പൂർത്തിയാക്കണം. അതാണ് രക്തസാക്ഷികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് നൽകിയ ഏറ്റവും വലിയ സാക്ഷ്യം ഇതാണ്. ലോകത്തിൻ്റെ കുഞ്ഞാട്, ആ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ എന്ന് പറയുമ്പോൾ ഞാൻ ആ കുഞ്ഞാടിനെ നോക്കി പറയുകയാണ്, കർത്താവ് അങ്ങയുടേതാണ് ശക്തിയും അധികാരവും, അങ്ങൻ്റെ ഭവനത്തിൽ വരേണ്ട ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. പക്ഷേ ദൈവത്തിൻ്റെ ആ വാക്കുണ്ടല്ലോ, ഇങ്ങനെ അമ്പ് വിട്ടവരെ നമ്മുടെ നെഞ്ചത്തോട്ട് വരുള്ളൂ. അത് ഓർത്തോളണം. കർത്താവ് അങ്ങയുടെ വചനങ്ങൾ അസ്ത്രങ്ങൾ പോലെ എന്നെ തറച്ചു എന്ന് പറഞ്ഞിരുന്ന സങ്കീർത്തകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നല്ല. അപ്പോൾ നമ്മൾ ഈ ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ അവൻ കുഞ്ഞാടാണ്, എനിക്ക് വേണ്ടി കൊല്ലപ്പെട്ടവനാണ്, എനിക്ക് വേണ്ടി മുറിവേറ്റ അതേ കുഞ്ഞാടാണ് എൻ്റെ മുറിവുകളെ നോക്കി കാത്തു നിൽക്കുന്നവൻ എന്നെ സുഖപ്പെടുത്താനായിട്ട്. ഈ വിശുദ്ധൻ അതുകൊണ്ടാണ് ഈശോയെ പോലെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് മരണ രീതിയാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഈശോയുടെ സാദൃശ്യമുള്ള രീതിയിൽ ഒരു മരത്തിൽ അവൻ കിടക്കുന്നത് അതുകൊണ്ടാണ്. അത് ആ രൂപത്തിലുള്ള സാദൃശ്യം മാത്രമല്ല, ജീവിതത്തിലുള്ള താതാത്മ്യം കൂടിയാണ്, ജീവിതത്തിലും ഉണ്ടാകുന്ന പൊരുത്തം കൂടിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇഷ്ടംപോലെ വർഷം ആഘോഷിച്ചിട്ടുണ്ടാവും, ഇനിയും ഇഷ്ടംപോലെ വർഷങ്ങൾ ഈ തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ നമ്മൾ അതിൻ്റെ അർത്ഥങ്ങൾ ഓരോ പ്രാവശ്യവും ഇത്തിരി മെച്ചപ്പെടുത്തി കൊണ്ടുവരണം കേട്ടോ. നമ്മൾ എല്ലാം വേണം, പ്രകാശങ്ങളും സംവിധാനങ്ങളും എല്ലാം വേണം, പക്ഷേ ആന്തരികമായ പ്രകാശം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ട് വരണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഇടവകയിൽ അതിൻ്റേതായ സമൃദ്ധികളാണ് ഉണ്ടാകേണ്ടത്. നമുക്കിത്തിരി സമ്പത്ത് കുറഞ്ഞു പോയാലും പകർച്ചവ്യാധികൾ വന്നാലും പടകയറ്റങ്ങൾ വന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ ഉള്ളിലെ പടകയറ്റങ്ങളില്ലാതിരിക്കുക, നമ്മൾ ദുഷ്ടതയുടെ പടർച്ചവ്യാധിയാകാതിരിക്കുക, നമ്മൾ ആത്മീയമായിട്ട് പഞ്ഞമുള്ളവരാകാതിരിക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.